ഇന്ന് മക്കളുടെ സ്കൂളിൽ വന്നിരിക്കുകയാണേ. രണ്ടുപേർക്കും ഇന്ന് കോമ്പറ്റീഷനുണ്ട്. ശാസ്ത്രമേളയാണ്. ഒരാൾ കളക്ഷനും ഒരാൾ ഫാബ്രിക് പെയിൻറ്റിങ്ങും. അപ്പോൾ കളക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലെ ഒരു പ്രോപ്പർ സ്ഥലത്ത് മാത്രം അറിയപ്പെടുന്ന സാധനങ്ങളുണ്ടാവില്ലേ, അങ്ങനെയാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഭക്ഷണമായിരുന്നു. ഓരോരോ സ്ഥലത്ത് കിട്ടുന്ന ഒരു 100 കൂട്ടം ഭക്ഷണം എന്നുള്ളതായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ദേശപ്പെരുമയാണ്. അതായത് ഓരോരോ ദേശത്ത് അറിയപ്പെടുന്ന സാധനങ്ങൾ കളക്ട് ചെയ്യുക, ആറന്മുള കണ്ണാടിയിലും പോലെ. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജഡ്ജസ് 10 മണിക്ക് കഴിയുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ഞാനൊക്കെ 10 മണിയാകുമ്പോൾ ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് ഞാനിപ്പോൾ ആ സമയത്ത് ഇറങ്ങും. ജഡ്ജസ് വന്നാൽ പിന്നെ നമ്മൾ പേരൻസിനൊന്നും അകത്ത് അലോ ചെയ്യില്ല. പിന്നെ കുഞ്ഞുങ്ങൾ മാത്രമേ കാണുള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങും. ഇനിയിപ്പോൾ കലോത്സവത്തിന് മൂത്ത മോളുടെ ഡാൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് ഞാൻ ലീവ് എടുക്കണം. അതുകൊണ്ട് പിന്നെ ഇന്ന് ലീവ് എടുത്തില്ല. 2 ദിവസം ലീവ് എടുക്കാൻ വയ്യെന്ന് കരുതി. അങ്ങനെ ഇനിയിപ്പം മോളുടെ ഫാബ്രിക് പെയിൻറ്റിങ് തുടങ്ങാറായി. ഇനിയിപ്പോൾ അവളെയും കൂടെ അവിടെ ആക്കിയിട്ടാകുമ്പോൾ ഞാനങ്ങ് ഇറങ്ങും. അവളിതാ എല്ലാ കുഞ്ഞുങ്ങളും വരിവരിയായി ഇരുന്നിട്ടുണ്ട് ഫാബ്രിക് പെയിൻറ്റിങ്ങിനും മറ്റും. അപ്പോൾ അവളും അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് ബായ് പറഞ്ഞ് ഇറങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ അവളുടെ അടുത്തോട്ട് പോവാണ്. അവളതാ നല്ല വിശാലമായ തുണിയൊക്കെ വിരിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അവളുടെ അടുത്ത് ഓൾ ദ ബെസ്റ്റും പറഞ്ഞ് ഞാൻ ഇറങ്ങാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ അവിടെ സ്കൂളിൽ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഓക്കെ, ബൈ.